ബിഗ് ബോസ് ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം ശരിക്കും ആദിലയെ വട്ടുപിടിപ്പിക്കുന്ന രീതിയിലാണ് അനീഷിന്റെ ഒരു പ്രകടനം ഉണ്ടായിട്ടുള്ളത്. ജയിലിൽ കിടക്കുന്ന ജിസേലിനും ലക്ഷ്മിക്കും ഒട്ടും സമാധാനം കൊടുക്കാതെ ജയിലിന്റെ തൊട്ടടുത്ത് നിന്നുകൊണ്ട് തന്നെ അനീഷും ആദിലയും തമ്മിൽ വാക്തർക്കമാണ്. പാത്രം കഴുകാത്തതിന്റെ പേരിൽ ആദിലയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് അനീഷ്. അനീഷിനെ അവിടെ നിന്ന് പറഞ്ഞു വിടാൻ ആദില പല വഴി നോക്കിയിട്ടും അനീഷ് പോകുന്നില്ല. കഷ്ടിച്ച് 1 മണിക്കൂറോളം അനീഷ് അവിടെ ആദിലയെ വെറുപ്പിച്ചുകൊണ്ട് തന്നെ പാത്രം കഴുക്, എണീക്ക് ആദിലെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിലയുറച്ചപ്പോൾ ഷാനവാസും നൂറയും ജിഷിനും അനുമോളും എല്ലാവരും കൂടെ ചേർന്ന് അനീഷിനെ അവിടെ നിന്ന് മാറ്റി കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ അനീഷിന്റെ വാശി കൊണ്ട് അനീഷ് അവിടെ നിന്ന് മാറുന്നില്ല. എപ്പിസോഡിൽ അതിന്റെ കുറച്ച് ഭാഗങ്ങളെ കാണിച്ചിട്ടുള്ളൂ. പക്ഷേ ശരിക്കും ആദിലയ്ക്ക് വട്ടാവുന്ന രീതിയിൽ തന്നെയാണ് അനീഷ് അവിടെ ഗെയിം മുന്നോട്ട് കൊണ്ടുപോയത്. ആദില പാത്രം കഴുകാത്തതിന്റെ പേരിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടായത്. അനുമോളാണ് ആദ്യം പരാതി പറഞ്ഞത്. അനീഷ് അവരുടെ ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആദിലയെ കൊണ്ട് പാത്രം കഴുകിക്കും എന്നുള്ള രീതിയിൽ തന്നെ അവിടെ പെർഫോം ചെയ്തു. പക്ഷേ അവസാന നിമിഷം വരെയും ആദില പിടിച്ചു നിന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആദില അനീഷ് പറയുന്നത് കേട്ട് അവിടെ നിന്ന് എണീറ്റില്ല, പാത്രം കഴുകാനും പോയില്ല. ഇതിന്റെ ദേഷ്യമാണ് പിന്നീട് ആദില വന്ന് അനീഷ് കിടന്നുറങ്ങുന്ന സമയത്ത് വന്ന് ശല്യം ചെയ്ത് അവിടെ കാട്ടിക്കൂട്ടുന്നതെല്ലാം. ലൈവിൽ കാണുമ്പോഴാണ് ഇതിന്റെ ശരിക്കുമുള്ള ഒരു ഡെപ്ത് നമുക്ക് മനസ്സിലാവുന്നത്. അനീഷ് വെറുപ്പിക്കാവുന്നതിന്റെ അത്രയും ആദിലയെ വെറുപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഒരു തെറ്റും ചെയ്യാത്ത ലക്ഷ്മിക്കും ജിസേലിനും അവിടെ ഉറങ്ങാൻ പറ്റാത്ത രീതിയിലാണ് അവർ രണ്ടുപേരും അവിടെ തർക്കിച്ചുകൊണ്ടിരുന്നത്. അവസാനം ആദില കഴുകി വെക്കേണ്ട പാത്രമൊക്കെ അനുമോളും നൂറയും കൂടെ കഴുകി തീർക്കുകയായിരുന്നു. പിന്നീട് അനീഷിന് പാത്രം കഴുകാൻ പറയേണ്ട സിറ്റുവേഷൻ ഇല്ലാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി. പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു ചേട്ടാ എന്ന് പറഞ്ഞുകൊണ്ട് നൂറ അവിടെ റിപ്പോർട്ട് ചെയ്തപ്പോൾ അനീഷിന് പിന്നെ ആദിലയെ അവിടെ നിന്ന് എണീപ്പിക്കണം. ആദില എണീക്കൂ എന്ന് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേയിരുന്നു. ആദിലയ്ക്കാണെങ്കിലും അതിനേക്കാൾ വലിയ വാശി. താനിവിടെ വേര് മുളച്ച് നിൽക്കുകയുള്ളൂ, ഞാനിവിടെ നിന്ന് എണീക്കുന്ന പ്രശ്നമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആദില അവിടെ തന്നെ കിടന്നു. അവസാനം അനീഷിന് വയ്യാതായെന്ന് തോന്നുന്നു. അനീഷിന് കിടക്കേണ്ട സമയമായതുകൊണ്ടാണെന്ന് അറിയില്ല. അനീഷ് നൈസായിട്ട് ഈ ഒരു ദേഷ്യം നേരെ ഷാനവാസിന്റെ അടുത്ത് തീർക്കുന്നുണ്ട്. ഷാനവാസിനോട് പറയും, നീ പോയി ഇവിടെ നിന്ന് മാറി നിൽക്കടാ, ഒരു കയ്യകലം മാറി നിൽക്കുക, എനിക്ക് ദേഷ്യം വരുന്നുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഷാനവാസ് പറഞ്ഞു, ആദിലയുടെ അടുത്ത് ദേഷ്യം വന്നിട്ട് ഇപ്പൊ എൻ്റെ അടുത്താണ് അത് തീർക്കുന്നത്. ഇത് നല്ലൊരു ഗെയിം സ്ട്രാറ്റജിയാണ് അനീഷെ, നൈസായിട്ട് ഇപ്പോൾ സ്കിപ്പായിക്കോ, പോയി കിടന്നുറങ്ങിക്കോ എന്നൊക്കെ പറഞ്ഞ് ഷാനവാസും ഈ ഒരു അവസരം മുതലാക്കുന്നുണ്ട്. അവസാനം അനീഷ് നേരെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അനുമോളെ വിളിച്ചു വരുത്തി പാത്രങ്ങളെല്ലാം കഴുകി കഴിഞ്ഞു എന്നൊക്കെ ചോദിക്കുന്നതായിട്ട് കാണിച്ചു. ഇതെല്ലാം അനീഷിന് അവിടെ നിന്ന് പോകാൻ വേണ്ടിയുള്ള ഒരു ട്രിക്ക് മാത്രമാണെന്ന് ഷാനവാസും അവിടെ എടുത്തു പറഞ്ഞു. അവസാനം ആദില തന്നെയാണ് ആ ഒരു കാര്യത്തിൽ വിജയിച്ചത്. അനീഷ് അവിടെ നിന്ന് പോവുകയാണ് ഉണ്ടായത്. പക്ഷേ ആദിലയെ വട്ടുപിടിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അനീഷ് അവിടെ പെർഫോം ചെയ്തിരിക്കുന്നത്.